الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റെല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും മോചിതരായി അവർ അല്ലാഹുവിന്റെ ദാസന്മാരായി ജീവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അവരുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനോട് മാത്രമാണ് അവർക്ക് വിധേയത്വം. അവന്റെ സൃഷ്ടികളും ദാസന്മാരുമാണ് മനുഷ്യർ. ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിലോ അവന്റെ ആവശ്യങ്ങളുടെ നിർവഹണത്തിലോ അവനു വേണ്ടി ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്നതിലോ മറ്റാർക്കും യാതൊരു തരത്തിലുള്ള പങ്കും ഇല്ല, മറ്റാർക്കും അതിൽ അവകാശവുമില്ല. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മേൽ മറ്റാരുടെയും അടിമത്തം ഉണ്ടാവാൻ പാടില്ല. അവൻ പൂർണ്ണ സ്വതന്ത്രനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ അവന് വിധേയത്വവും കടപ്പാടും ബാധ്യതയും ഉണ്ടാവാൻ പാടുള്ളൂ. ആ വിധേയത്വത്തിന്റെയും ആ കടപ്പാടിന്റെയും ആ ബാധ്യതയുടെയും അടിസ്ഥാനത്തിൽ അവൻ ആരോടൊക്കെ ഏതെല്ലാം രൂപത്തിൽ മനുഷ്യൻ വർത്തിക്കണം, ആരോടെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ബഹുമാനവും ആദരവും പുലർത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ അത് മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടതുള്ളൂ, ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിന് മാത്രമേ അവൻ വിധേയനാവാൻ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. മനുഷ്യ സമൂഹത്തെ അതിന്റെ ആദ്യം മുതൽ ഇന്നേ വരെ സൃഷ്ടിച്ചവനായ ആ സൃഷ്ടികർത്താവായ നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക. അതാണ് അവന്റെ ഏകനായ റബ്ബ്. മറ്റാരെയും അവൻ റബ്ബായി അംഗീകരിക്കാൻ പാടില്ല. അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അർബാബും മുതഫർരിഖൂൻ, നിങ്ങൾ പലതരത്തിലുള്ള ശക്തികൾക്ക്, പലതരത്തിലുള്ള മേധാവികൾക്കും യജമാനന്മാർക്കും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണോ ഉത്തമം? അതാണോ നിങ്ങൾക്ക് നല്ലത്? അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അതോ ഏകനായ സർവശക്തനായ ലോകത്തെ മുഴുവൻ തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ആ സൃഷ്ടികർത്താവിന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നതാണോ നല്ലത്? ഏതാണ് ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അപ്പോൾ ആ ഏകനായ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി അവന് കീഴ്പ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി, മുക്തനായി, സ്വതന്ത്രനായി
ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മഹത്വം. അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ. പക്ഷേ പലപ്പോഴും തന്നെ മനുഷ്യർ അവന്റെ ഈ ഔന്നത്യവും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഈ ആദരവും മനസ്സിലാക്കുന്നില്ല. അവരടിമത്വത്തെ ഇഷ്ടപ്പെടുന്നു. ഒരു തരത്തിലുള്ള അടിമത്തത്തിൽ കഴിഞ്ഞുകൂടുന്നതിൽ അവൻ ആനന്ദം കാണുന്നു. മറ്റുള്ളവരുടേതായ വിധേയത്വത്തിൽ, അവരുടെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ, അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ ഇങ്ങനെ ഒരു ആനന്ദം കാണുന്ന ഒരു വിഭാഗത്തെ മനുഷ്യ സമൂഹത്തിൽ നമുക്ക് കാണാം. വേറെ ഒരു വിഭാഗം ഇവരുടെ മേലാളന്മാരായി വാഴുന്നതിലും ആനന്ദം കണ്ടെത്തുന്നു. മനുഷ്യ സമൂഹത്തിന്റെ മേലാളന്മാരായി, അതിന്റെ അധിപന്മാരായി മറ്റുള്ളവരെ സ്വന്തം ഇംഗിതത്തിനും സ്വന്തം ഇഷ്ടത്തിനും കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരെ അടിമകളാക്കി വെക്കുന്നതിൽ വേറെ ഒരു വിഭാഗം ആനന്ദം കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള രണ്ട് തരക്കാരെയും മനുഷ്യ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് രണ്ടും ഇസ്ലാം നിരാകരിക്കുന്ന, തള്ളിക്കളയുന്ന രണ്ട് പ്രവണതകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏകനായ അള്ളാഹുവിന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഒരു പ്രാമാണികതയോ അല്ലെങ്കിൽ ആധികാരികതയോ കൽപ്പിക്കുന്നുള്ളൂ. മറ്റാർക്കും തന്നെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ മനുഷ്യ സമൂഹത്തിനുണ്ടാവാൻ പാടില്ല. മനുഷ്യനെ അല്ലാഹു സ്വതന്ത്രനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവന്റെ ജന്മാവകാശമാണ്. ആ സ്വാതന്ത്ര്യത്തിന് ഹാനികരമായ രീതിയിലുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും രീതികളെയും വ്യവസ്ഥകളെയും തച്ച് തകർക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ആഹ്വാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് വേണ്ടി മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന ഈ ആദരവ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കും കാലാകാലങ്ങൾ. അത് പിശാചിന്റെ അനുയായികളാണ്. പൈശാചികമായ വികാരമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ മറ്റുള്ളവനേക്കാൾ ഉന്നതനാണ്, അവൻ എനിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവനാണ്, എന്റെ മേധാവിത്വം അവൻ അംഗീകരിക്കേണ്ടവനാണ് എന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു വിഭാഗം ഉന്നതന്മാരും വേറൊരു വിഭാഗം താഴ്ന്നവരും, ഒരു വിഭാഗം ഭരണാധികാരികളും വേറൊരു വിഭാഗം പ്രജകളും, ഒരു വിഭാഗം മേലാളന്മാരും മറ്റൊരു വിഭാഗം കീഴ്ജീവനക്കാരുമൊക്കെ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അവനേക്കാൾ ഉന്നതനാണ് എന്നുള്ള ഒരു തരത്തിലുള്ള മാനസികമായ അവസ്ഥയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ഇത് പൈശാചികമാണ്. പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഒരു വികാരം പ്രകടിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. അന ഖൈറുൻ മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. അന ഖൈറുൻ മിൻഹു, ഞാൻ അവനേക്കാൾ മികച്ചവനാണല്ലോ. ആദമിന് സുജൂദ് ചെയ്യാൻ നീ എന്നോട് കൽപ്പിക്കുന്നത് എങ്ങനെ? ഞാൻ അവനേക്കാൾ ഉയർന്നവനല്ലേ. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ ഉജ്ജ്വലമായ അഗ്നിയിൽ നിന്നല്ലേ നീ സൃഷ്ടിച്ചത്? അവനെ പടച്ചത് മണ്ണിൽ നിന്നല്ലേ? ആ മണ്ണിൽ നിന്ന് പടച്ച അവനേക്കാൾ അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എനിക്കല്ല ഔന്നത്യം എന്ന ആ അഹങ്കാരവും ഹുങ്കും ഇബ്ലീസ് പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അവനേക്കാൾ ഉന്നതനാണ്, അവൻ എനിക്ക് താഴെയാണ് എന്നുള്ള ഈ വികാരം പിശാചിലാണ് ആദ്യമായി ഉടലെടുത്തത്. ഈ പൈശാചികമായ വികാരം ചില മനുഷ്യ സമൂഹങ്ങളിലും നമുക്ക് കാണാം, വ്യക്തികളിലും കാണാം, സമൂഹങ്ങളിലും കാണാം, വിഭാഗങ്ങളിലുമൊക്കെ നമുക്ക് ഈ വികാരങ്ങൾ അലയടിച്ച് നിലകൊള്ളുന്നതായിട്ട് കാണാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഫിർഔൻ. ഫിർഔനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ തന്നെ അവന്റെ മാനസികാവസ്ഥ ചിത്രീകരിച്ച് തരുന്നുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. പരിശുദ്ധ ഖുർആൻ ആ ഫിർഔനിന്റെ ഒരു നഖചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔന് ഭൂമിയിൽ ഔന്നത്യം നടിച്ചു, അഹങ്കാരിയായി.
പൊങ്ങച്ചം നടിക്കുന്നവനായി. വജാല അഹ്ലഹ ഷിയാൻ, തന്റെ പ്രജകളെ അല്ലെങ്കിൽ തന്റെ നാട്ടുകാരെ പല തരത്തിലുള്ള ഗ്രൂപ്പുകളും വിഭാഗങ്ങളുമായി കൊണ്ട് അവൻ തരംതിരിച്ചു. യസ്തമഉ ത്വായിഫത്തൻ മിൻഹും, ചില വിഭാഗങ്ങളെ അവൻ അടിമകളും നിസ്സാരന്മാരും കീഴാളന്മാരുമാക്കി മാറ്റി. യുദബ്ബിഹു അബ്നാഹും, അവരുടെ കുട്ടികളെയൊക്കെ അറുകുല ചെയ്തു. വയസ്തഹീ നിസാഹും, അവരുടെ സ്ത്രീകളെ പീഡിപ്പിച്ചു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ വലിയ നാശകാരിയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ആ ഫിർഔനിന്റെ ചെയ്തികളെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ ഫിർഔൻ ഈ രൂപത്തിലുള്ള ഔന്നത്യം നടിച്ച, മറ്റുള്ളവരെ തന്റെ കീഴാളന്മാരായി മനസ്സിലാക്കിയ, അവരെ അടിമകളാക്കി വെച്ച ഒരു ശക്തിയായിരുന്നു, ദുശക്തിയായിരുന്നു, താഗൂത്തായിരുന്നു. അവന്റെ ഏറ്റവും നല്ല ചിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. ദുശക്തികളുടെ പ്രതീകം. ആ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഫിർഔൻ ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ അടിമകളാക്കി വെക്കുക, അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുക, അവരെ തന്റെ കീഴാളന്മാരായി മനസ്സിലാക്കുക, അവരെ കൊണ്ട് തന്നെ സേവിപ്പിക്കുക, തനിക്ക് സേവനം ചെയ്യുകയും തന്റേതായ കൽപ്പനകൾ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം എന്ന രീതിയിൽ ഉള്ള ഒരു നിലപാടായിരുന്നു ഫിർഔൻ സ്വീകരിച്ചിരുന്നത്. കാലാകാലങ്ങളിലുള്ള പ്രമാണിവർഗം ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരും ആ രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചവരുമായിരുന്നു എന്നും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ സത്യനിഷേധികളായ വിഭാഗത്തിലെ പ്രമാണിമാര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അനുഅ്മിനു ലക വത്തബഅകൽ അർദലുൻ, അനുഅ്മിനു ലക വത്തബഅകൽ അർദലുൻ, ഞങ്ങളെങ്ങനെ നിങ്ങളിൽ വിശ്വസിക്കുക? നിങ്ങളെ പിന്തുടർന്നു കൊണ്ടുവന്നിരിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും നിസ്സാരന്മാരായ ആളുകളല്ലേ? നിസ്സാരന്മാരും തരം താഴ്ന്നവരും താഴേക്കിടയിലുള്ളവരുമായ ആളുകളാണ് ഈ അമ്പിയാക്കന്മാരിലും പ്രവാചകന്മാരിലുമൊക്കെ വിശ്വസിച്ചവരായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ അവരെക്കാളൊക്കെ ഉയർന്നവരല്ലേ? ഞങ്ങൾ അവരുടെയൊക്കെ മേലാളന്മാരല്ലേ? അവർ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരല്ലേ? അവരൊക്കെ വിശ്വസിച്ച, അവരൊക്കെ അംഗീകരിച്ച ഒരു ദർശനം, ഒരു തത്വശാസ്ത്രം, ഒരു ജീവിത സംഹിത, അതെങ്ങനെ ഞങ്ങൾക്ക് ഭൂഷണമാകുമോ? ഞങ്ങളും അവരുമൊക്കെ സമന്മാരാകുമോ? ഈ രൂപത്തിലുള്ള ഒരു നിലപാട് ഈ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള മേലാളവർഗം സ്വീകരിച്ചു വന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് നബിയിൽ വിശ്വസിച്ച ആളുകളുടെയും ആ പ്രവാചകന്റെ അനുയായികളുടെയും ഒക്കെ ദൈന്യാവസ്ഥ, അവരുടെ ഏറ്റവും താഴ്ന്ന നിലവാരം, അതൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അത്തരം ആളുകളുടെ കൂടെ സഹവസിക്കുകയും അവരോടൊത്ത് നീങ്ങുകയും ചെയ്യുന്ന ഒരു ആദർശത്തിലേക്കും വിശ്വാസത്തിലേക്കും ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരൊക്കെ ആട്ടിയോടിച്ച് അവരെ തന്റെ ഭാഗത്തു നിന്നോ തന്റെ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ തന്റെ ദീനിൽ നിന്നൊക്കെ അകറ്റി നിർത്തി ഞങ്ങളെ ഒരു പ്രത്യേകക്കാരും അതുപോലെ തന്നെ ഒരു വരേണ്യവർഗവുമായിട്ട് സ്വീകരിച്ചാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്ന കാര്യമൊക്കെ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കോ ഈ രൂപത്തിലുള്ള പൊങ്ങച്ചങ്ങൾക്കോ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കോ ഉച്ചനീചത്വങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. ഈ പിശാചിൽ നിന്ന് തുടങ്ങിയ ഈ പൈശാചിക വികാരത്തെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കാനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അത് എവിടെ പ്രകടമാകുന്നുവോ അവിടങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് അതിനെ പറ്റെ ഇല്ലായ്മ ചെയ്യാനും തുടച്ചു നീക്കാനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. അത്തരത്തിലുള്ള വികാരങ്ങൾ ഒരിക്കലും തന്നെ വെച്ചു പുലർത്താൻ പാടില്ല. ജാഹിലിയ സമൂഹത്തിൽ വളരെയേറെ വേരുറച്ചുപോയ ഒരു വികാരമായിരുന്നു ഇത്. ആ വികാരത്തിനെതിരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമരം ചെയ്തത്. തന്റെ കൂടെ നിർത്തിയതും തന്റെ ഏറ്റവും അടുത്തവരായിക്കൊണ്ട് പരിഗണിച്ചതും ഈ പാവപ്പെട്ടവരായ മറ്റുള്ളവരുടെ
മാനദണ്ഡമനുസരിച്ച് നൂറാംകിടയിലുള്ള ബിലാലിനെയും സുഹൈബിനെയും അമ്മാറിനെയും യാസിറിനെയും പോലെയുള്ള പാവപ്പെട്ടവരെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് ഏതോ വർഗത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വർഗീകരണത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ അടിസ്ഥാനത്തിലുള്ള ഒരു വിവേചനമായിരുന്നില്ല. ഒരു ആദർശം, ആ ആദർശം ആർ ഉൾക്കൊണ്ടുകൊണ്ടുവരുന്നു. ആ കൂട്ടത്തില് സാമ്പത്തികമായി കഴിവുള്ളവനുണ്ടായിരിക്കും, പക്ഷെ അവൻ ഈ ആദർശം ഉൾക്കൊണ്ടിരിക്കുന്നു, ഈ രൂപത്തിലുള്ള ഉച്ചനീചത്വങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നു, അവനെ വിശ്വമാനവികതയിൽ അവൻ വിശ്വാസം അർപ്പിക്കുന്നു, മനുഷ്യ സമൂഹത്തെ മുഴുവൻ തന്നെ ഏകോദര സഹോദരന്മാരായിക്കൊണ്ട് കാണുന്നു, അവന് ഇവിടെ സ്ഥാനമുണ്ട്, അവന് ഈ സമൂഹത്തിൽ അംഗീകാരമുണ്ട്. അത് ആര് ഈ വിശ്വാസത്തെയും ഈ ആദർശത്തെയും സ്വീകരിച്ചുകൊണ്ട് അത് തങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യമായി അംഗീകരിച്ച് മറ്റു തരത്തിലുള്ള പൈശാചികമായ മൃഗീയമായ വികാരങ്ങളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും സന്നദ്ധരായി വരുന്നുവോ അവർക്കെല്ലാം സ്വാഗതം. അവരെല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരായി, വിവേചനങ്ങൾക്കെതിരായി, ഉച്ചനീചത്വങ്ങൾക്കെതിരായി സമരങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള അടിമത്തത്തിനെതിരെയുള്ള സമരങ്ങൾ വളരെ സജീവമാണ്. അത് ഇസ്ലാമിന്റേതായ ആ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മുസ്ലിം സമൂഹം ആ രൂപത്തിലുള്ള അടിമത്വത്തെ അംഗീകരിക്കാത്തവരും അതിനെതിരായിക്കൊണ്ട് നിലകൊള്ളുന്നവരുമാണ്. അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് അവർ കാണുന്നതാണ്. പല മതസമൂഹങ്ങളും പല മതസമുദായങ്ങളും ഈ രൂപത്തിലുള്ള സ്വാതന്ത്ര്യബോധമില്ലാത്തവരോ അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തവരോ അടിമത്വത്തെ ഒരു തരത്തിലുള്ള അലങ്കാരമായി കൊണ്ട് കാണുന്നവരോ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ചില ദർശനങ്ങളുണ്ട്, അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ചില ആളുകളുമുണ്ട്. മനുഷ്യ സമൂഹം തന്നെ യഥാർത്ഥത്തിൽ അവര് ഒരു തുല്യരോ സമന്മാരോ അല്ല. ഉച്ചനീചത്വം അവരിലുണ്ട്. ചില വിഭാഗങ്ങൾക്ക് ചില വിഭാഗങ്ങളെക്കാൾ ഉയർന്ന നിലവാരമുണ്ട്, അത് നിലനിർത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെയും ദർശനങ്ങളെയും നമുക്ക് കാണാം. ചില ജനവിഭാഗങ്ങൾ, വെള്ളക്കാർ ഉദാഹരണം, ആ വെള്ളക്കാരുടെ മാനസികാവസ്ഥ, വെള്ളവർഗമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത വിഭാഗം എന്നാണ്. മറ്റുള്ള വർഗങ്ങൾ അവർക്ക് കീഴേ നിൽക്കേണ്ടവരാണ്. മേധാവിത്വവും നേതൃത്വവും സ്ഥാനവും പദവിയുമൊക്കെ തന്നെ വെള്ളവർഗത്തിന്റെ കുത്തകയാണ്. അവരാണ് വിദ്യാഭ്യാസപരമായി, ശാസ്ത്രീയമായി, വൈജ്ഞാനികമായി അങ്ങനെ എല്ലാ നിലക്കും ഉയർന്നവർ. അവരുടെ സംസ്കാരമാണ് ഏറ്റവും ഉയർന്ന സംസ്കാരം. മറ്റുള്ളവരെല്ലാം അവർ താഴ്ന്ന സംസ്കാരത്തിന്റെ ആളുകളാണ്. ഇവർക്ക് സേവനം ചെയ്യേണ്ടവരോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കഴിഞ്ഞുകൂടേണ്ടവരോ ആണ്. അവരുടെ മേധാവിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് മാത്രമേ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ തന്നെ ആകത്തുക അതാണ്. പാശ്ചാത്യ ആധുനിക കാലഘട്ടത്തിലെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് പ്ലാറ്റോവും അതുപോലെ തന്നെയുള്ള വ്യക്തികളുമൊക്കെ, സോക്രട്ടീസിനെയും പോലെയുള്ള വ്യക്തികള് അവർ രൂപീകരിച്ച ചിന്താഗതിയാണ് ഇതിന്റെ എല്ലാം തന്നെ പിന്നിലുള്ള അടിവേരി എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ അടിവേരിൽ യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ നേതൃത്വവും അതിന്റെ മേധാവിത്വവും ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്കാണ് അർഹതപ്പെട്ടത് എന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിശ്വാസം എത്ര കണ്ട് ജനാധിപത്യവും അതുപോലെ എത്ര കണ്ട് ശാസ്ത്രീയമായ പുരോഗതിയുമൊക്കെ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇന്നും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏറ്റവും വലിയ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് ഘോഷിക്കുന്ന വിഭാഗങ്ങൾ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുകയും അതിനു വേണ്ടിയിട്ട് വലിയ വാക്കുകളും വമ്പിച്ച തരത്തിലുള്ള പ്രഭാഷണങ്ങളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളുടെ പ്രദേശങ്ങളിൽ ഈ രൂപത്തിലുള്ള നീഗ്രോകളോ അല്ലെങ്കിൽ കറുത്തവരോ മറ്റു തരത്തിലുള്ള ജനവിഭാഗങ്ങളോ ഉണ്ട് എങ്കിൽ അവരെ രണ്ടാം കിടക്കാരായിട്ട് കാണുകയും അവരുടെ ജീവിത നിലവാരം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുകയും ചെയ്യുന്നത് ഇന്നും ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ഒരു തത്വശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. അവർക്കാണ്
എന്താണ് മേധാവിത്വം എന്ന്. നമ്മുടെ ഹൈന്ദവ സമൂഹങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുക. ഹൈന്ദവ സമൂഹത്തിന്റെ ദാർശനികമായ അടിത്തറകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് വലിയ സ്ഥാനമുണ്ട്. മനുഷ്യരെല്ലാവരും തുല്യരല്ല, മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതല്ല. അതിൽ സവർണൻ എന്നും അവർണൻ എന്നും ബ്രാഹ്മണൻ എന്നും അതുപോലെ തന്നെ ശൂദ്രൻ എന്നുമൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഉണ്ട്. അവർക്ക് അവരുടേതായ പ്രത്യേകതകളും സവിശേഷതകളും അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ രൂപത്തിലുള്ള ചിന്താഗതി നമ്മളെ വലിയ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ സമത്വത്തെ സംബന്ധിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിലും അതുപോലെ തന്നെ പൗരാവകാശത്തിലുമൊക്കെ ഊന്നി പല തരത്തിലുള്ള തത്വങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒക്കെ എഴുതി വെക്കുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. ബഹുഭൂരിഭാഗം വരുന്ന ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹങ്ങളിൽ ഇങ്ങനെയുള്ള ഉച്ചനീചത്വത്തിന്റെയും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെ തങ്ങളെക്കാൾ താഴ്ന്നവരായിട്ടോ തങ്ങളുടെ സേവകന്മാരായിട്ടോ പിന്നാക്കം നിൽക്കേണ്ടവരായിട്ടോ കാണുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രകടമാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇന്നത്തെ നമ്മുടെ ഉദ്യോഗ രംഗങ്ങളിലും എല്ലാ ജനങ്ങളുടെ ഭരണപരമായ അടിസ്ഥാനങ്ങളിലും ഭരണപരമായ ഏറ്റവും ഉന്നതമായ പദവികളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ രൂപത്തിലുള്ള ആളുകൾ മാത്രമാണ്, ആ വർഗങ്ങൾ മാത്രമാണ്. അവർക്ക് അവരുടേതായ ഒരു തരത്തിലുള്ള ഒരു മേധാവിത്വമാണ് അവിടങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. മറ്റുള്ളവർ വളർന്നു വരുന്നതും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് സംവരണത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷന്റെ അടിസ്ഥാനത്തിലൊക്കെ പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചാൻസ് കൊടുക്കാൻ നമ്മുടെ ഭരണഘടനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൗരബോധമുള്ള ആളുകളോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുഴുവൻ തന്നെ വേറെ രൂപത്തിൽ തടയിടുന്ന വിഭാഗമായി കൊണ്ടിവരെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രംഗങ്ങളിൽ നിന്നും മറ്റുള്ളവരെ അകറ്റി നിർത്തുകയും ഇത് ഞങ്ങളുടെ കുത്തകയായിക്കൊണ്ട് ഈ നാട്ടിന്റെയും ഭരണാധിപത്യത്തിന്റെയും ഒക്കെ ചെങ്കോലും അതിന്റെ ആണിക്കല്ലും ഞങ്ങളായിരിക്കണം എന്നുള്ള ഒരു ബോധത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പൈശാചികമായ ഒരു വികാരമാണ്, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ്. ഇതിനോടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റുമുട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ എന്താണ് ഈ ലോകത്ത് സാധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഇഫു ഫിൽ അർളി വനജഅലഹും അയിമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർള് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദഇഫു ഫിൽ അർള്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരാക്കപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകളോട് അനുഗ്രഹം കാണിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ദൈവികമായ അനുഗ്രഹം അവർക്ക് ലഭിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് വനജഅലഹും അയിമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ എന്നുള്ളതാണ്. അവരെ നേതാക്കന്മാരാക്കി മാറ്റണം, നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. വനുമക്കിന ലഹും ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് ആധിപത്യമുണ്ടാവണം. ഈ അധികാരം, നേതൃത്വം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുത്തകയാവാൻ പാടില്ല. അത് നിഷേധിക്കപ്പെട്ട ജനവിഭാഗം ഉയർന്നു വരേണ്ടതുണ്ട് ആ രംഗത്തേക്ക്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ കാര്യങ്ങളിലൊക്കെയുള്ള പങ്കാളിത്തം. ഇത് വിളമ്പിക്കൊടുക്കുന്നവർ എല്ലാ കാലത്തും ഒന്ന്, ഇതിന് കുമ്പിള് കാട്ടുന്നവൻ എല്ലാ കാലത്തും ഒന്ന്. വിളമ്പിക്കൊടുക്കുന്നവൻ എപ്പോഴും തന്നെ അവൻ വിളമ്പിക്കൊടുത്തുകൊണ്ടേയിരിക്കുക. കുമ്പിള് കാട്ടുന്നവൻ എന്നും കുമ്പിള് തന്നെ ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥ തുടരാൻ പറ്റുകയില്ല. ഈ കുമ്പിള് കാട്ടുന്നവന് വിളമ്പിക്കൊടുക്കാനും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവർക്കും പങ്കാളിത്തവും അവർക്കും ആദരവും ബഹുമാനവും നൽകാൻ നാം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
അതാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെയൊക്കെ വിമോചന പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഫിറഔനിനെതിരെ ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മൂസ എന്ന് പറയുന്ന പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതൻ, വലിയ പങ്ക് വഹിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ ചരിത്രത്തിലെ എല്ലാ സ്വേച്ഛാധിപതികൾക്കെതിരെയും വലിയ സമരം നയിച്ച പ്രവാചകന്മാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് പ്രവാചകന്മാർ രാഷ്ട്രീയം കളിച്ചതല്ല. ഇസ്ലാമുമായിട്ടും ദീനുമായിട്ടും ഒരു ബന്ധമില്ലാത്ത വേറെ ഒരു മേഖലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ പ്രവാചകന്മാരെ അമിതമായി ഇടപെടുക, അവരുടേതായ മൗലിക ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വേറെ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുക എന്ന അർത്ഥത്തിലല്ല. ഇത് തൗഹീദിന്റെ ഒരു ഭാഗമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ്. പല ആളുകളും ഇവിടെ റബ്ബുകളായിക്കൊണ്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ റബ്ബുകളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്ത് നാം വളരെയേറെ ശ്രദ്ധിക്കണം. ചില ആളുകൾ അവരവരുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും മതനേതാക്കളെയും ഒക്കെ റബ്ബുകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് ഞാൻ കൽപ്പിച്ചത് ഏകനായ ഇലാഹിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ ശൈലി നമ്മൾ മനസ്സിലാക്കണം. ഏകനായ ഇലാഹിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ അവരോട് നിർദ്ദേശിച്ചപ്പോൾ ആ ഏകനായ ഇലാഹിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് പകരം അവരവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി വെച്ചു. അപ്പൊ അവരോട് പറഞ്ഞത് ഏകനായ ഇലാഹിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നായിരുന്നു. ഇവർ ചെയ്തത് ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്ന്. എന്താണ് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിശദീകരിച്ചു തന്നു. അവരെന്താണോ പറയുന്നത് അത് അപ്പടി അനുസരിക്കുക, ജീവിതത്തിന്റെ കടിഞ്ഞാൺ അവരെ ഏൽപ്പിക്കുക, അവര് നിർദ്ദേശിക്കുന്ന കാര്യങ്ങള് അതിനപ്പുറം വേറെ ഒന്നും തന്നെ പറയാനോ ആലോചിക്കാനോ നിൽക്കുന്നില്ല. അതപ്പടി നടപ്പാക്കിക്കൊണ്ടിരിക്കുക, അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക, അവരെ സത്യത്തിന്റെ മാനദണ്ഡമായിക്കൊണ്ട് അംഗീകരിക്കുക. ഈ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരോട് കൽപ്പിച്ച ആ കൽപ്പനയ്ക്ക് വിപരീതമായിരുന്നു. അല്ലാതെ അവരെ പൂജിച്ചതുകൊണ്ടല്ല, അവർക്ക് ആരാധനകൾ അർപ്പിച്ചതുകൊണ്ടല്ല. അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ ഞങ്ങൾ അവരെ പൂജിക്കുന്നില്ല, ഞങ്ങൾ അവർക്ക് ആരാധനകൾ അർപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ അപ്പടി അത് അനുസരിക്കുകയും അവരെ നിരോധിക്കുമ്പോൾ അവര് പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പടി അത് വർജിക്കുകയും ചെയ്യുന്നില്ലേ? ഉണ്ട്. ഫതിൽക ഇബാദത്തുഹും ഇയ്യാഹും, അത് തന്നെയാണ് അവരെ ഇലാഹുകളാക്കുക എന്ന് പറഞ്ഞാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇത് ഉലൂഹിയ്യത്തിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയുള്ള യജമാനന്മാരെയും മേലാളന്മാരെയും സങ്കല്പിക്കുക, അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. സ്വതന്ത്രനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട മനുഷ്യൻ മറ്റുള്ള ശക്തികളെ അവരെ ഭയപ്പെടുകയും അവരുടെ അടിമകളായും ദാസന്മാരായും കൊണ്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള ഏതെല്ലാം സമരങ്ങൾ നടക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ മുസ്ലിം സമൂഹം മുൻപന്തിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അടിമത്വം അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് മുസ്ലിം സമൂഹത്തിന്റേത്. അതുകൊണ്ട് ഏതെല്ലാം വിഭാഗങ്ങളിൽ പരസ്യമായ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്നുവോ അവിടങ്ങളിലെല്ലാം മുസ്ലിമീങ്ങൾ ഉണ്ട് എങ്കിൽ അവരെ ഞങ്ങൾക്ക് മുൻപന്തിയിൽ കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ ഉണ്ട് എങ്കിൽ അവർ മുൻപന്തിയിലുണ്ടാവും. നമ്മുടെ നാട്ടില് ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനമാണ്. 60 വർഷം പിന്നിട്ടു നാം സ്വാതന്ത്ര്യം നേടിയിട്ടു. ബ്രിട്ടീഷുകാരിൽ നിന്ന് നാടിനെ മുക്തമാക്കുന്നതിലും നമ്മുടെ അവകാശം, ജന്മാവകാശമായ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള സമരങ്ങൾ നടന്നപ്പോൾ ആ സമരത്തിന്റെ മുൻപന്തിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെയാണ്. ചരിത്രകാരന്മാരും ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ചരിത്രങ്ങളെ വികലമാക്കിയ ആസ്ഥാന ചരിത്രകാരന്മാരുമൊക്കെ മുസ്ലിം പങ്കാളിത്തം വളരെ ദുർബലവും അല്ലെങ്കിൽ വളരെ കുറവുമാണ് എന്ന് സ്ഥിരീകരിക്കാനും സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
പഠിപ്പിക്കപ്പെടുന്ന ചരിത്രത്തിലൊന്നും തന്നെ മുസ്ലിമീങ്ങളുടെ വലിയ പങ്കൊന്നും നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല. എങ്കിലും സത്യം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സ്വാതന്ത്ര്യ സമരത്തിൽ വമ്പിച്ച പങ്കുവഹിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഖിലാഫത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായി നടന്നപ്പോൾ ആ ഖിലാഫത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമരം നടക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിലൊക്കെ ഖിലാഫത്ത് സമരങ്ങൾ നടക്കുകയുണ്ടായി. ആ ഖിലാഫത്ത് സമരത്തിൽ ഈ സമുദായം വളരെ സജീവമായി മുന്നോട്ട് വന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആരുടെയെല്ലാം അടിമത്വവും മേധാവിത്വവും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവോ അവിടങ്ങളിലെല്ലാം മുസ്ലിം സമൂഹം വളരെ ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയപ്പെടുക. മതസ്തഅബത്തുമുന്നാസ് വലഖദ് വലദത്തുഹും ഉമ്മഹാത്തുഹും അഹറാറ എന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചല്ലോ, എന്നാണ് നിങ്ങൾക്ക് ജനങ്ങളെ അടിമകളാക്കി വെക്കാനുള്ള അവകാശം ലഭിച്ചത്? അവരുടെ ഉമ്മമാരവരെ സ്വതന്ത്രരായിക്കൊണ്ടാണല്ലോ പ്രസവിച്ചത് എന്ന് ഇസ്ലാമിന്റെ ഖലീഫയാണ് ചോദിച്ചത്. അപ്പോൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യന്റെ മേൽ അതീശാധിപത്യം സ്ഥാപിക്കുവാനും അവന്റെ മേലിൽ സ്വന്തം മേധാവിത്വം അടിച്ചേൽപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ശ്രമങ്ങൾക്കെതിരെ സമരസജ്ജരായി രംഗത്ത് വരിക എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ സ്വഭാവമാണ്. അത് അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ അഖീദയുടെയും ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ടാണത്. അപ്പൊ ഇന്ന് നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഒരു ദേശീയ പതാകയും അതുപോലെ തന്നെ അതിന്റെ കുറെ പ്രിന്റ് ഔട്ടുകളും എടുത്തുകൊണ്ട് കുട്ടികളും കുറെ ആളുകളുമൊക്കെ ചില കോപ്രാട്ടികൾ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ കണ്ട് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നടപ്പാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ അടിമത്വത്തിൽ കഴിയുകയും അവർ പറയുന്നിടത്ത് അവർ പറയുന്നത് പോലെ അതനുസരിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. അത് സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ്. അതുകൊണ്ടാണ് ഇന്ന് സാമ്രാജ്യത്വത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ഒക്കെ രീതികൾ മാറിയിട്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ അവരുടെ രാജാക്കന്മാരും അവരുടെ വൈസ്രോയിമാരുമൊക്കെ നമ്മുടെ രാജ്യത്ത് വന്ന് അവർക്ക് പ്രത്യേകമായ സിംഹാസനങ്ങളും ആസ്ഥാനങ്ങളും ഉണ്ടാക്കി അവിടെ ഇരുന്ന് അവരുടെ പട്ടാളക്കാരും അവരുടെ കോടതിയും അവരുടേതായ മറ്റ് ഭരണ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടെ നിലനിർത്തി അവര് നമ്മെ ഇഷ്ടം പോലെ ഭരിക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാമ്രാജ്യത്വം ഇന്ന് മാറി. ഇന്ന് അങ്ങനെയുള്ള ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇന്ന് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി എവിടെ ഇരുന്നാലും ശരി അവർക്ക് ദാസ്യവേല ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവർ പലതരത്തിലുള്ള സൂത്രങ്ങളും ആവിഷ്കരിക്കുകയും പല സംവിധാനങ്ങളും കണ്ടെത്തുകയും ലോകത്ത് തന്നെ അതിൻ്റെതായ ഒരു ഘടന സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് വ്യാപാര കരാറുകളിലൂടെയും ആണവ കരാറുകളിലൂടെയും ഒക്കെ ഇന്ന് വളരെ പ്രകടമായ രീതിയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മുടെ കൃഷി വിൽക്കാനുള്ള സ്വാതന്ത്ര്യം, ആ നമ്മുടെ വിഭവങ്ങളിൽ നമ്മുടേതായ വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ആരാണ് എന്താണ് എവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത് എങ്കിൽ തീരുമാനിക്കാൻ അവകാശപ്പെട്ടവർ അത് തീരുമാനിക്കുക, നമ്മളത് നടപ്പാക്കുക, ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കുക. കാരണം നമ്മൾ അത്തരത്തിലുള്ള വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ആ ഒപ്പുവെച്ചു കഴിഞ്ഞതോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആണവ കരാർ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഒപ്പുവെക്കുന്നതോടുകൂടി നമ്മുടേതായ സമാധാനപരമായ ആവശ്യങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ യുദ്ധാവശ്യങ്ങൾക്കാവട്ടെ അണുവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നീട് നമുക്കില്ല. ആ രംഗത്ത് നമ്മൾ എന്ത് ചലനങ്ങൾ നടത്തുകയാണെങ്കിലും നേരത്തെ അതിന് സമ്മതം വാങ്ങിയിരിക്കണം. നമ്മുടെ സംരംഭങ്ങളെ മുഴുവൻ തന്നെ അതത് സമയങ്ങളിൽ പരിശോധിക്കാനും അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അതിനു വേണ്ടതായ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും മറ്റുള്ളവർക്ക്. പക്ഷെ അവരുടെ ആണവ നിലയങ്ങൾ
സന്ദർശിക്കാനോ അവിടങ്ങളിൽ പോയി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കുകയില്ല. അത് അവരവരുടെ ഇഷ്ടം പോലെ അവർക്കുദ്ദേശിക്കുന്ന ആയുധങ്ങളോ അല്ലെങ്കിൽ വേറെ സമാധാനപരമായ ആവശ്യങ്ങൾക്കോ ഊർജ്ജ ആവശ്യങ്ങൾക്കോ എനർജി ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി അവരുടേതായ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എങ്കിലും അത് ഈ ഉടമ്പടിക്ക് വിധേയമായിട്ടായിരിക്കണം, പരിശോധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒന്നല്ല 100 കരാറുകളും ഉടമ്പടികളുമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ മറ്റൊരു തരത്തിലുള്ള അടിമത്വത്തിലും മറ്റൊരു തരത്തിലുള്ള പാരതന്ത്ര്യത്തിലും നമ്മൾ ഇങ്ങനെ കുടുങ്ങിപ്പോയിരിക്കുന്നു. ഇതിനെയാണ് ചില ആളുകൾ സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇന്ത്യ ഒരു സ്വതന്ത്രമായ രാജ്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം ഒരു കൂട്ടിൽ കിടന്ന് പാറാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ പാറുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അത് തീരുമാനിക്കാനും അത് നിശ്ചയിക്കാനും ഒക്കെ വൻ രാഷ്ട്രങ്ങൾക്കും ശക്തികൾക്കും നമ്മൾ അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വാചാലന്മാരാവുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള വിവരക്കേടാണ്. അല്ലെങ്കിൽ വിഡ്ഢികളായ ആളുകൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത ആളുകൾ, അവരുടേതായ സങ്കുചിതമായ താൽപര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ അടിയറ വെക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തികളുമൊക്കെ ഇസ്ലാമികമായ ആദർശത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം എന്നുള്ള രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കുവാനോ സ്വീകരിക്കാനോ പറ്റുകയില്ല. കാരണം ഇത് അവരുടെ തന്നെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യത്തെ ആർക്കും അടിയറ വെക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള പാരതന്ത്ര്യത്തില് സന്തോഷം കൊള്ളുന്ന ഒരു ജനവിഭാഗമുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ കുറെ ആളുകളുണ്ട് മുതലാളിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളുന്നവർ. എന്റെ മുതലാളി, ആ മുതലാളി ഇങ്ങനെയാണ്, എന്റെ സ്പോൺസർ ഇങ്ങനെയാണ്, അയാൾക്ക് ഇത്ര കണ്ട് കഴിവുകളുണ്ട്, അയാൾക്ക് ഇത്ര സ്വാധീനമുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിലൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണാം. പക്ഷെ അതേ അവസരത്തില് ഇവനെവിടെയാണ് നിൽക്കുന്നത്? ഇവൻ സ്വന്തം സ്ഥാനവും സ്വന്തം അഭിമാനവുമെല്ലാം തന്നെ കളഞ്ഞു കുളിച്ച് ഒരടിമത്വത്തിലും ദാസ്യവൃത്തിയിലും ചെന്നുപെടുകയും അതിൽ തന്നെ ആനന്ദം കൊള്ളുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും തന്നെ ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു വ്യക്തിത്വവും ഉന്നതമായ തരത്തിലുള്ള ഒരു സ്ഥാനപദവിയുമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരും തുല്യരായിക്കൊണ്ട് ഏകോദര സഹോദരന്മാരായി ഒരേ ഒരു നഫ്സിൽ നിന്ന് പടച്ചു എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ഒരു നഫ്സിൽ നിന്ന്, ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. ഒരേ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും. പിന്നെ ഒരേ മാതാപിതാക്കന്മാരൊത്ത സന്താനങ്ങളിൽ ഉണ്ടാവേണ്ട ആ സമത്വവും പദവിയിലുള്ള ഏകത്വവും നിങ്ങളിൽ നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ആരും നിങ്ങളുടെ മേലാളനായിട്ട് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ പൂർണ്ണമായ വിധേയത്വം അല്ലാഹുവിനോടല്ലാതെ വേറെ ആരോടും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഹത്തായ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യ സമൂഹം തിരിച്ചു വരുമ്പോൾ മാത്രമാണ് അവന് ആത്മാഭിമാനം ഉണ്ടാവുക, അവന് യഥാർത്ഥത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക, അവന് ഭൂമിയെ ശ്രേഷ്ഠകരമായ ഒരു പ്രദേശമാക്കിക്കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.